സിക്സ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചീര കൃഷിയാണ് കാണിക്കുന്നത്. അത് തുടക്കം തൊട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. ഏകദേശം ഒരു ചീര കൃഷിയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. പാചകം വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചീരയാണ്. അതായത് ചീര ഏകദേശം ഒരു ഒടിക്കാറായ ഒരു പരുവത്തിലേക്കാണ് ഇപ്പോൾ വളർന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കട്ട് ചെയ്യണം ഈ രൂപത്തിൽ, എങ്കിൽ മാത്രമേ പിന്നെ അടുത്ത സ്റ്റെപ്പ് പൊട്ടി വരികയുള്ളൂ. നമ്മൾ ഏകദേശം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു 15 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു ചെറിയ ഇതാണ്. അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടവർക്ക് കാണാം. ജസ്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കറിക്കുള്ളത് നമ്മൾ ഇതിപ്പം കട്ട് ചെയ്ത് ലെവലെടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചെറിയ ചെടിച്ചട്ടിയിൽ ഇച്ചിരി ചാണകപ്പൊടിയും ഒക്കെ ചെറിയ കമ്പോസ്റ്റും ഒക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. ഇത് ഒരു ഇതൊന്നും ഒഴിക്കില്ല, ഒരു കീടനാശിനി ഒഴിക്കാതെ നമ്മൾ രാസവളമൊന്നും ഉപയോഗിക്കാതെ വളർത്തിയെടുത്താണ് ഈ ചീര, ഈ ചുമലച്ചീര. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നമുക്കൊരു കൃഷിത്തോട്ടമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിൽ നിന്നെല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇതെല്ലാം നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ നല്ല പൂവൊക്കെ വളർന്ന് നമുക്ക് കറി വെക്കാൻ പറ്റുന്നില്ലാത്ത പരുവത്തിലേക്കാവും. പിന്നെ ഇതിന് പുഴുശല്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ വെളുത്തുള്ളി കഷായം അടിച്ചു കൊടുക്കുക. അതില്ലെങ്കിൽ പുകയില എന്ന് പറഞ്ഞാൽ ഈ വടക്കം പുകല, അത് വെള്ളത്തിയിട്ട് ഈ മുറുക്കാൻ മേടിക്കുന്നതിൻ്റെ പുകലയില്ലേ, ആ പുകല വടക്കം പുകലയോ സാധാ പുകലയോ ഒരു ദിവസം വെള്ളത്തിയിട്ട് പിറ്റേ ദിവസം അത് ചെറിയ കുപ്പിക്കകത്തിട്ട് സ്പ്രേ ചെയ്ത് പുളിനി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പുഴുശല്യമൊന്നും ഇല്ലാതെ എല്ലാ ഇലയും നല്ല ഫ്രഷായ രീതിയിൽ കിട്ടും. പിന്നെ ഇതിലെ ഇടക്കാടൊക്കെ നല്ലപോലെ ഇതുപോലെ പറിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 2 ഡേ നമുക്ക് ലാവിഷായിട്ട് ഇഷ്ടം പോലെ ചുമലച്ചീര കഴിക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഇതൊരു 10 ട്രിപ്പിൽ നമുക്കിത് എടുക്കാൻ സാധിക്കും, നല്ലപോലെ വളം കൊടുത്താൽ മാത്രം. അല്ലെങ്കിൽ ഇതെല്ലാം മുരടിച്ചങ്ങ് പോവുകയും ചെയ്യും പുഴുശല്യം. നമ്മൾ ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ഇതിനെന്തെങ്കിലും പിന്നെ ധാരാളമായിട്ട് വെള്ളം കൊടുക്കണം. അതായത് ഏകദേശം രാവിലെ ഒരു 8 മണിക്ക് കൊടുക്കുക, പിന്നെ ഏകദേശം ഒരു 2-2:30 ആ ടൈമിലൊന്ന് കൊടുത്താൽ മതി. പിന്നെ ഈവനിങ് ഈ 3 നേരം ഒന്ന് വെള്ളം കൊടുത്തെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചീര കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഇനമാണ് ഈ ചീര, ചുമലച്ചീര. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ചാരം ഇതിൻ്റെ ഇടവഴി ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് വളർച്ചയൊക്കെ വരുന്നതാണ്. പെട്ടെന്ന് കയറി ഇത് കയറി വരും. പിന്നെ തന്നെ ഇത് കിളിപ്പിച്ചിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഉറുമ്പൊക്കെ ഈ അരി എടുത്തുകൊണ്ട് പോകാനൊക്കെ സാധിക്കും. നമ്മൾ ചെറിയ ട്രൈക്കകത്തിട്ട് കിളിപ്പിച്ചതിന് ശേഷം നട്ടു കൊടുക്കുക. ഇത് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പരുവമായി. നമ്മളെല്ലാം ഒരു കറിക്കുള്ള പരുവത്തിലേക്കുള്ളത് നമ്മളിപ്പോൾ ഇത് പറിച്ചിരിക്കുകയാണ്. ഫുള്ള് പറിച്ച് നമ്മളിത് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതെല്ലാം എടുത്ത് ആഹാരം, അതായത് ചീര തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ ചീരത്തൊണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് അതിന് പകരം അതിൻ്റെ ആ വീഡിയോയുടെ ഉണ്ടാക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കാം. ഇതാണ് നമ്മൾ ചീരത്തോരൻ ഏകദേശം വെന്തിരിക്കുകയാണ്. ചീരത്തോരൻ അറിയാമല്ലോ, ചെറിയതായിട്ട് അരിഞ്ഞ് ഏകദേശം ഒരു പരുവം അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരു കൃഷിത്തോട്ടം ഉള്ളത് ഏറ്റവും നല്ലതാണ്. നമുക്ക് വിഷമില്ലാത്ത ആഹാരം കഴിക്കാനായിട്ട് സാധിക്കും. വേറൊരു വീഡിയോ